വിപിൻ, ഒരാൾ എന്നെ പഴിച്ചിട്ട് അപമാനിച്ചിട്ട് പോയതേ ഉള്ളൂ. ഇനി പാർവതിയുടെ കൂടാണെങ്കിൽ പാർവതി ആയിക്കോ. ഇല്ല, ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തില്ല. സുശീല ആന്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. സത്യാവസ്ഥ അറിയാത്തോണ്ടാണ് ആന്റി ഇങ്ങനെ കുറ്റപ്പെടുത്തിയതെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പാർവതിക്ക് എന്താ ഉറപ്പ്? വിപിനെ, മറ്റാരെക്കാളും എനിക്ക് പല്ലവിയെ നന്നായിട്ട് അറിയാം. പല്ലവി കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്കറിയേണ്ടത് ഒന്നു മാത്രമേ ഉള്ളൂ. മനസാക്ഷിക്ക് നിരക്കാത്ത കുറ്റമാണ് പല്ലവി നിനക്ക് നേരെ ആരോപിക്കുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടായിട്ടും നീ എന്തിനാ കുറ്റം ഏറ്റെടുത്തു? എന്തിനവളുടെ ഭീഷണിക്ക് വഴങ്ങി ഈ വിവാഹത്തിന് തയ്യാറായി? ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഡോക്ടർ അവളെ പരിശോധിച്ചിരുന്നെങ്കിൽ അവളുടെ കള്ളി മുഴുവൻ വെളിച്ചത്ത് വരുമായിരുന്നില്ലേ? നീ എന്തുകൊണ്ട് അതിന് ഡോക്ടറെ അനുവദിച്ചില്ല? ഞാൻ അതിന് ഡോക്ടർ അനുവദിച്ചിരുന്നെങ്കിൽ പല്ലവി ഗർഭിണിയല്ലെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മനസ്സിലാക്കും. അപ്പൊ അവിടെ കൂടിയിരുന്ന ആളുകൾ എന്താ കരുത്? ഒരു വലിയ വീട്ടിലെ പയ്യനെ കറക്കിയെടുത്ത് വിവാഹം കഴിക്കാനായിട്ട് അവൾ അഭിനയിക്കായിരുന്നല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാ എന്തായിരിക്കും പല്ലവിയുടെ സ്ഥിതി? എല്ലാവരും ചേർന്ന് അവളെ കുറ്റപ്പെടുത്തില്ലേ, അമ്മാനിക്കില്ലേ? അവൾക്ക് അങ്ങനെ വല്ലതും സംഭവിച്ച പാർവതിയും ചേട്ടനെയും അത് ബാധിക്കില്ലേ? നിങ്ങൾ നാണം കെടില്ലേ? അതെല്ലാം ഓർത്തിട്ടാ ചെയ്യാത്ത അപരാധം ഞാൻ സ്വയം ഏറ്റെടുത്തത്. താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും പല്ലവിയെ ഞാൻ വിവാഹം ചെയ്തത്. വിപിൻ, നിന്നോട് ഞാൻ എന്താ പറയണ്ടേ? നീ നിന്റെ ജീവിതമല്ലേ ഞങ്ങൾക്ക് വേണ്ടി ത്യജിച്ചത്. എനിക്ക് നിന്നെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടം സഹിക്കുന്നില്ല വിപിൻ. പാർവതി, വിഷമിക്കാതിരിക്കുക. ദൈവത്തിന്റെ നിശ്ചയം നമുക്ക് ആർക്കും തടയാൻ കഴിയില്ലല്ലോ. എന്നെ കുറിച്ച് ഓർത്ത് പാർവതി സങ്കടപ്പെടണ്ട. പാർവതി ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന് മുന്നിൽ ഞാൻ ചെയ്തത് എത്ര നിസ്സാരോ. വിപിൻ സാറേ, എന്നെ ഒഴിവാക്കാൻ വേണ്ടി വിപിൻ സാറേ എന്തെല്ലാം കാര്യങ്ങളാ കാണിച്ചത്. എന്നിട്ടിപ്പ എന്തായി? ആ കൈകൾ കൊണ്ട് തന്നെ എന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. ഞാനിപ്പോ സാറിന്റെ ഭാര്യയാവുകയും ചെയ്തു. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിലേ എനിക്ക് വെറുതെ നാടകം നടത്തേണ്ടി വരുമായിരുന്നോ? മാന്യമായിട്ട് തന്നെ നമ്മുടെ വിവാഹം നടക്കുമായിരുന്നില്ലേ? ഇപ്പൊ എന്തായി? നമ്മുടെ കല്യാണവും നടന്നു, വിപിൻ സാറിന് വെറുതെ നാണം കിടേണ്ടിയും വന്നു. ആ സാരല്ല വിപിൻ സാറേ, എനിക്ക് വേണ്ടിയല്ലേ നാണം കിട്ടത്. ഈ നാണക്കേടൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോ താനെ അങ്ങ് മാറിക്കോളും. പല്ലവി, ഡേ, ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ? സമാധാനായല്ലോന്ന്? അതെ, എനിക്ക് സമാധാനമായി. പല്ലവി, വിപിൻ സാറിനെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്ത് അവകാശമാണ്, യോഗ്യതയാണ് എന്നൊക്കെയല്ലേ ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചത്. എന്നിട്ടിപ്പൊ എന്തായി? ഞാൻ അന്നേ ചേച്ചിയോട് പറഞ്ഞതല്ലേ, വിപിൻ സാറും ഞാനും തമ്മിലുള്ള വിവാഹം ഏത് വിധേനയും ഞാൻ നടത്തുമെന്ന്. ഇപ്പൊ എന്തായി?
ഞാനത് നടത്തി കാട്ടിയില്ലേ? വലിയ അഭിമാനമായി പോയി. ഇങ്ങനെയാണോ വിവാഹം നടത്തേണ്ടത്? എങ്ങനെ നടത്തിയാൽ എന്താ? വിവാഹം നടന്നല്ലോ. അതും രഹസ്യമായിട്ടൊന്നും അല്ലല്ലോ, നാലാളുടെ മുന്നിൽ വെച്ചല്ലേ വിവാഹം നടന്നത്. നീ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ. പറയടി, വിപിന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നുണ്ടോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ. അവിടെ വിവാഹത്തിന് കൂടിയവരെല്ലാം നീ പറഞ്ഞത് വിശ്വസിച്ചു എങ്കിലും അപ്പോഴേ എനിക്ക് നിന്നെ സംശയമായിരുന്നു. ഇപ്പൊ വിപിനോട് സംസാരിച്ചപ്പോ എന്റെ ആ സംശയം പൂർണ്ണമായും മാറി. ചെയ്യാത്ത തെറ്റാണ് അവൻ ഏറ്റെടുത്തെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. മഹാപാപമല്ലേടി നീ ചെയ്തത്? വിപിൻ സാറ് മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വളഞ്ഞ വഴിക്ക് പോവേണ്ടി വരുമായിരുന്നില്ലല്ലോ. പല്ലവി, നീ നശിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിന്റെയും ഈ കുടുംബത്തിന്റെ അഭിമാനമാ. ഞാനാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത്. വിവാഹം കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം? വിശാൽ സാറിന് ചേച്ചിയോട് വെറുപ്പായിരുന്നില്ലേ? ഏതാണ്ട് ഒരു വർഷത്തോളം ചേച്ചിയെ സാർ അകറ്റി നിർത്തിയില്ലേ? ഇപ്പോഴല്ലേ ആ അനിഷ്ടമൊക്കെ മറന്ന് സാറ് ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അപ്പൊ ചേച്ചിയുടെ മനസ്സിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ വിശാൽ സാറിന് ഒരു വർഷം വേണ്ടി വന്നു. അതുവരെ ചേച്ചി ക്ഷമയോടെ കാത്തിരുന്നില്ലേ? അതുപോലെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാ. വിപിൻ സാറിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒക്കെ മാറും ചേച്ചി. ഞാനത് മാറ്റിയെടുക്കും. അത് ചിന്തിച്ച് ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. ചേച്ചിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പൊട്ടിത്തെറിപ്പുണ്ടാക്കാൻ വരാതിരുന്നാ മാത്രം മതി. പല്ലവി, നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാൻ നല്ലതിനു വേണ്ടി മാത്രമേ എന്തും ചിന്തിക്കാറുള്ളൂ. നീ എന്റെ സഹോദരിയാ. നിന്റെ ജീവിതം നശിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നിന്റെ ജീവിതം നന്നായിരിക്കണം തന്നെയാ എന്റെയും പ്രാർത്ഥന. എന്റെ ജീവിതം നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം. അതിന് ആരുടെയും പ്രാർത്ഥനയും ഉപദേശമൊന്നും എനിക്ക് വേണ്ട. വിപിൻ സാർ എന്നോട് പ്രേമോ ഇഷ്ടോ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാ വിപിൻ സാറിന്റെ കുഞ്ഞും എന്റെ വയറ്റ് വളരുന്നത്? പല്ലവി പറഞ്ഞത് സത്യം തന്നെയാ. നിങ്ങളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞു തന്നെയാ. ചെയ്യാത്ത തെറ്റാണ് അവൻ ഏറ്റെടുത്തെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. മഹാപാപമല്ലടി നീ ചെയ്തത്.
പല്ലവി, എന്തോ വലിയ ആലോചനയിലാണല്ലോ. എന്തു പറ്റി? എന്താ മോളെ? എന്തായാലും നീ അമ്മയോട് പറയേ. മോളെ, വിവാഹ മണ്ഡപത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ മോള് വിഷമിക്കുന്നത്? എന്നാൽ ആ വിഷമങ്ങളൊന്നും ഇനി വേണ്ട. ഇതൊക്കെ ദൈവനിശ്ചയവാ, അങ്ങനെ കരുതിയാ മതി. അതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിൽ നിന്ന് കളയണം. എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കെ. ദേ, ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗളകർമ്മ ഇന്ന് നിന്റെ ജീവിതത്തിൽ നടന്നത്. നീ അതോർത്ത് സന്തോഷിക്കല്ലേ വേണ്ടത്. ഞാനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ അമ്മേ. വിപിൻ സാറിനെ അപമാനിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷേ സാഹചര്യം അതായതുകൊണ്ട് വിപിൻ സാർ ജാസ്മിനെ കല്യാണം കഴിക്കുമെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം മണ്ഡപത്തിൽ വെച്ച് എനിക്ക് വിളിച്ചു പറയേണ്ടി വന്നത്. അത് നിങ്ങളെയൊക്കെ കണക്കിന് വിഷമിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഞാനപ്പോ പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം വിളിച്ചു പറയാതിരുന്നെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ വിപിൻ സാറിനെ ആയിരിക്കില്ലേ? വിപിൻ സാറിനെ ഒരിക്കലും എനിക്ക് എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താനാവില്ല. വിപിൻ സാർ ഇല്ലെങ്കിൽ പിന്നെ പല്ലവി ഇല്ല. ഇപ്പൊ നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ തന്നെ വിപിനെ നിന്റെ ഭർത്താവായിട്ട് കിട്ടിയില്ലേ? എന്നിട്ടും നിനക്ക് തെളിച്ചമില്ലാത്തത് എന്താ? വിപിൻ സാർ എന്നെ വിവാഹം കഴിച്ചോന്ന് കരുതി പ്രശ്നങ്ങൾ തീർന്നില്ലല്ലോ അമ്മേ. ഇനി എന്താ പ്രശ്നം? പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഞാനല്ലേ? ഞാനൊരു ബഹളത്തിനും വന്നില്ലല്ലോ. ഞാൻ എന്തെങ്കിലും രീതിയില് നിന്നെ കുറ്റപ്പെടുത്തിയോ? ഇല്ലല്ലോ. അമ്മ എന്നെ കുറ്റപ്പെടുത്താത്തത് അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാ. പക്ഷേ എനിക്കിപ്പോ പ്രധാനമായും സ്വസ്ഥത തരാത്തത് എന്റെ ചേച്ചിയാ. അവളുമായിട്ട് ഉടക്കിയിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. നീയും വിപിനും തമ്മിലുള്ള വിവാഹം നടന്നതില് പാർവതിക്ക് എന്താ പ്രശ്നം? അവൾക്കതിൽ എന്താ നഷ്ടം സംഭവിച്ചത്? ഞാൻ കാരണം ചേച്ചി എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുവെന്നു. ഞാൻ ചേച്ചിക്ക് വലിയ അപമാനം വരുത്തി വെച്ചുവെന്ന്. പിന്നെ നീ എന്ത് ചെയ്യണമായിരുന്നു? വിപിൻ ജാസ്മിനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ വിവാഹം കഴിക്കാതെ നീ വിപിന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരില്ലായിരുന്നോ? അങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ അത് പാർവതിക്ക് അഭിമാനമായിരുന്നോ? അതായിരുന്നില്ലേ ഇതിനേക്കാളും നാണക്കേട്? അമ്മ, അത് അവളും കൂടി മനസ്സിലാക്കണ്ടേ? ദേ, ഇപ്പൊ ഏതായാലും ഗർഭിണിയായി നിന്നെ അതിന് ഉത്തരവാദിയായ വിപിൻ തന്നെ വിവാഹം കഴിച്ചില്ലേ? ഇനി എന്താ നാണക്കേട്? വിപിൻ സാറിനെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്ക് വിപിൻ സാറിന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ കഴിയില്ലെന്നാ ചേച്ചി പറയുന്നത്. പിന്നെ വിപിന്റെ മനസ്സ് ചേച്ചിയുടെ കയ്യിലാണല്ലോ കൊടുത്തിരിക്കുന്നത്. നിന്റെ ചേച്ചിയോടൊന്ന് പോകാൻ പറയ് പല്ലവി. അല്ലമ്മേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വിപിൻ സാറിനെ മാനം കെടുത്തിയതിന്റെ വിരോധം വിപിൻ സാർ എന്നോട് കാണിക്കാതിരിക്കില്ലല്ലോ. ആ പേടി എനിക്ക് ഉണ്ടെന്നുള്ളത് വാസ്തവോ? സ്വാഭാവികമായിട്ടും അവന് നിന്നോട് വിദ്വേഷം കാണും. അത് നീ വിചാരിച്ചാ മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. നീ അവന്റെ കാലില് വീണ് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കണം. നീ ചെയ്ത അവിവേകം ഏറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞ അവൻ ക്ഷമിക്കാതിരിക്കില്ല. സാർ എന്നോട് ക്ഷമിക്കൂ അമ്മേ. അവൻ ക്ഷമിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ നീ ചെല്ലുമോളെ. അവൻ ക്ഷമിച്ചിരിക്കും. ജാസ്മിൻ പോയിട്ട് ഇതുവരെ ഒന്ന് തിരികെ വിളിച്ചില്ലല്ലോ. എങ്ങനെ വിളിക്കാൻ തോന്നും? അത്രയ്ക്കുള്ള വിഷമല്ലേ അവളിപ്പോ അനുഭവിക്കുന്നത്. എന്തൊക്കെ മനക്കോട്ടകളാ അവൾ കെട്ടിപ്പൊക്കിയത്.
വിശാലിനെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രയത്നങ്ങളാ അവള് ചെയ്തത്. എന്നിട്ട് എല്ലാം പാഴായിപ്പോയല്ലോ. പാവം ജാസ്മിൻ. ഏതായാലും അവളൊന്ന് വിളിച്ച് ആശ്വസിപ്പിക്കാം. ഇല്ലെങ്കിൽ അത് വളരെ മോശമല്ലേ. എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഒടുവിൽ അവൾ പരാജയപ്പെട്ടപ്പോ ഞാൻ അവളെ ഒഴിവാക്കിയെന്ന് വിചാരിച്ചാലോ? ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവളുടെ ഡാഡി ഒന്ന് വിളിച്ചു നോക്കിയാലോ? കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. അവളുടെ വിവരം അറിയാൻ ഒരു മാർഗമില്ലല്ലോ. ആ ചേച്ചി, ജാസ്മിൻ വിളിച്ചായിരുന്നോ? ചേച്ചി അവളെ കോണ്ടാക്ട് ചെയ്തായിരുന്നോ? ഇല്ല സുശീലേ, ഞാൻ അവളെ വിളിക്കാൻ പോയില്ല. എന്തു പറഞ്ഞു വിളിക്കും? അവളുടെ വിവാഹം വിശാലുമായി നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ ഇത്രയും നാള് നമ്മൾ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ആ കല്യാണം നടത്തി കൊടുക്കാൻ നമ്മൾ ആവും വിധം ശ്രമിക്കുകയും ചെയ്തു. പറഞ്ഞിട്ടെന്താ, അവൾക്ക് അതിനുള്ള യോഗം ഇല്ലാതെ പോയി. കല്യാണം മുടങ്ങുകയും ചെയ്തു. പക്ഷെ പാഴായി പോയത് നമ്മൾ അവൾക്ക് കൊടുത്ത വാക്കല്ലേ. വാക്കിന് വ്യവസ്ഥ പാലിക്കാൻ സാധിക്കാതെ നമ്മൾ എങ്ങനെ അവളെ വിളിക്കും? ചേച്ചി, ഞാൻ അവളെ വിളിച്ചിരുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അവളുടെ ഡാഡിയെ വിളിച്ചപ്പോ കക്ഷി എടുക്കുന്നുമില്ല. ഒരു കണക്കിന് ജാസ്മിന്റെ ഡാഡി ഫോൺ എടുക്കാതിരുന്ന നന്നായെന്ന് കരുതിയാൽ മതി. അയാൾ എടുത്തിരുന്നെങ്കിൽ സുശീല ചിലപ്പോൾ അയാളുടെ വായിരിക്കുന്ന മുഴുവൻ ചീത്തം കേൾക്കേണ്ടി വന്നാനെ. അത് പ്രതാപം പറഞ്ഞത് 100% ശരിയാ. ജാസ്മിന്റെ ഡാഡി ഇപ്പൊ കലിതുള്ളിയിരിക്കുന്നുണ്ടാവും. ജാസ്മിന്റെ കല്യാണം മുടങ്ങിയതിന്റെ നാണക്കേട് അയാൾക്ക് സഹിക്കാൻ പറ്റൂ? നമ്മളിൽ ആരെയെങ്കിലും അയാളുടെ കൺവെട്ടത്ത് കിട്ടിയാ അയാൾ ചിലപ്പോ തീർത്തു കളയും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടത്താനായി ഒരിക്കലും പാളിപ്പോവാത്ത പ്ലാനായിരുന്നു നമ്മൾ ഒരുക്കിയിരുന്നത്. എന്നിട്ട് എന്തായി? എല്ലാം ഫ്ലോപ്പായി പോയില്ലേ? ജാസ്മിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. വിധിയെ തടുക്കാൻ നമുക്ക് സാധിക്കില്ല സുശീലേ. അവളൊരു നിർഭാഗ്യവതിയാണെന്ന് പറഞ്ഞാ മതിയല്ലോ. നിർഭാഗ്യവതിയാണെന്ന് ജാസ്മിന് മുദ്ര കുത്തണോ? പിന്നെന്താ പറയേണ്ടത്? ഇത്രയും കാലമായിട്ടും അവളും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കാതിരുന്നെങ്കിലേ അത് അവളുടെ ഭാഗ്യക്കേട് തന്നെയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ജാസ്മിന്റെ വിവാഹം ഇനിയും വിശാലുമായിട്ട് നടത്തിക്കൂടെ? നമ്മൾ വിചാരിച്ച ഇനിയും അതിന് സാധ്യതയില്ലേ? ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം മുടങ്ങിപ്പോയതിന്റെ അപമാനം ജാസ്മിന് മാത്രമല്ലല്ലോ ഉണ്ടായത്, അത് നമുക്കും കൂടി ബാധകമാണ്. ഒരു തരത്തിൽ ജാസ്മിനെ പോലെ തന്നെ തോറ്റുപോയത് നമ്മളും കൂടിയാണ്. ഈ തോൽവിയുടെ ക്ഷീണം നമുക്കൊന്ന് മാറ്റണ്ടേ? അത് മാറണമെങ്കിൽ ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണം. നമ്മളത് നടത്തി കൊടുക്കണം. എനിക്കും ആ വാശിയുണ്ട് സുശീലേ. പക്ഷെ ഇത്രയ്ക്ക് മനസ്സ് നൊന്ത സ്ഥിതിക്ക് ജാസ്മിനെ വിശാലുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാവോ? ഉടനെ അവൾക്ക് ചിലപ്പോ ഈ ഷോക്കിൽ നിന്ന് മടങ്ങി വരാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്താൽ, അവൾക്കൊപ്പം നിന്നാൽ അവളെ നമുക്ക് പഴയ ജാസ്മിനാക്കി എടുക്കാം. നിങ്ങളെന്തു പറയുന്നു? നമുക്ക് ആലോചിക്കാം.
മോളെ, കുറച്ചു മുമ്പ് ഞാൻ മോളോട് പറഞ്ഞതൊന്നും മോള് മനസ്സിൽ വെച്ചേക്കരുത്. അത് ചേച്ചിയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പല്ലവി, ഇന്നലെ വരെ നീ ഇവിടെ കുട്ടിക്കളിയെ കഴിഞ്ഞതാ. ഇനി മുതൽ നീ അങ്ങനല്ല. കുറച്ചുകൂടെ ഉത്തരവാദിത്ത ബോധം നിനക്കുണ്ടാവണം. ഇന്ന് നിനക്കും വിപിനും ഉണ്ടായ നാണക്കേട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തീർക്കണം. പല്ലവി, എനിക്കും നിനക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യ ഇവിടുന്ന് കിട്ടിയത്. സ്വപ്നം പോലും കാണാനാവാത്ത ജീവിതമാ നമുക്ക് കിട്ടിയിരിക്കുന്നതും. ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് നമ്മുടെ പൂർവികരുടെ സുഹൃതം കൊണ്ടാ. അത് നീ മറക്കരുത്. എന്നെപ്പോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും നിന്നെ ഉപദേശിക്കുന്നില്ല. പക്ഷേ നീ കാരണം ഈ കുടുംബത്തിന് ഒരു തരത്തിലും ഒരു പ്രയാസം ഉണ്ടാവരുത്. അതുപോലെ വിപിനും നീയും തമ്മില് ധാരാളം പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ടാകും. അതും കണ്ടറിഞ്ഞു പെരുമാറണം. പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ സന്തോഷകരമായൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവൂ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നേരം വെളുക്കും വരെ ഇടതും വലതും നിന്ന് എന്നെ ഉപദേശം നന്നാക്കാൻ പോവാണോ?